നമസ്കാരം. നമ്മളിന്ന് നിൽക്കുന്നത് അച്ചൻകോവിലാറിൻ്റെ തീരത്താണ്. ഇത് തുമ്പമൺ എന്ന് പറഞ്ഞ ഭാഗമാണ്. ഈ അച്ചൻകോവിലാറാണ് ഇതിനെ പ്രധാനമായിട്ടും തുമ്പമണ്ണെ, തുമ്പമൺ നോർത്ത്, അതേപോലെ തുമ്പമൺ സൗത്ത് എന്നിങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്. പമ്പാ നദിയുടെ ഒരു പോഷകനദിയാണ് ഈ അച്ചൻകോവിലാർ. അതുമാത്രമല്ല, ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള വെള്ളമാണ് ഇതിലൂടെ ഒഴുകുന്നതെന്നാണ് പറയപ്പെടുന്നത്. നീലക്കൊടുവേലിയെ പോലുള്ള ഒരുപാട് അത്ഭുത സസ്യങ്ങളുടെയൊക്കെ ഗുണം ഇതിനുണ്ടെന്ന് പറയപ്പെടുന്നു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ഈ 3 ജില്ലകളിലൂടെയാണ് ഈ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ പത്തനംതിട്ട ജില്ലയുടെ രൂപീകരണത്തിന് പ്രധാനമായും കാരണമായ ഒരു നദിയെന്ന് നമുക്കിനി വിശേഷിപ്പിക്കാം. ഒരുപാട് സസ്യ ജന്തുജാലങ്ങൾക്കൊക്കെ പേരുകേട്ട സ്ഥലമാണ് ഈ അച്ചൻകോവിലാർ തീരം. അതേപോലെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ അച്ചൻകോവിലാറിൻ്റെ തീരത്തു നിന്നല്ല, ഒട്ടുമിക്ക എല്ലാ നദികളുടെയും തീരത്ത് കാണപ്പെടുന്ന 2 മരങ്ങളിൽ തന്നെ പറയാം. മുളയും അതേപോലെ പനിമുള ശരിക്കും ഒരു പുല്ലിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ടൊരു സസ്യമാണെന്നാണ് പറയപ്പെടുന്നത്. ഈ പന കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്നറിയാമോ? പണ്ട് സ്കൂളിൽ ഒരു കഥയുണ്ടായിരുന്നു, പനംകുറുക്കൻ താളുകറി. കഥാപാത്രത്തെ പേരൊന്നും ഓർമ്മയില്ല, എന്നത് ഓർമ്മ വന്നു. ഞാനിപ്പോൾ നല്ല ഒരു കടവിൻ്റെ സമീപത്ത് വന്നേക്കാണ്. ഇവിടെ ആൾക്കാർ കുളിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ബലിതർപ്പണത്തിന് ഇവിടെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഇതൊക്കെ കണ്ടോ, മുളകൾ കണ്ടോ? മുളയെപ്പറ്റി പറയുകയാണെങ്കിൽ, ഒരു ഭൂപ്രദേശത്തിൻ്റെ പരിസ്ഥിതി മുമ്പുണ്ടായിരുന്നതിനേക്കാൾ മെച്ചപ്പെട്ടതായി വരും തലമുറകൾക്ക് കൈമാറാനുള്ള കഴിവ് മുളകൾക്കുണ്ട്. അതേപോലെ മരങ്ങളെ അപേക്ഷിച്ച് ഏകദേശം 35% കൂടുതൽ ഓക്സിജൻ പുറത്തേക്ക് വിടുകയും 40% കൂടുതൽ കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്യുന്ന ഒരു സസ്യമാണ് മുള. അപ്പോൾ ഞാൻ ഈ പടവൊക്കെ പതുക്കെ കീറി മുകളിലേക്ക് പോകുന്നതാണ് ഞാൻ. അപ്പോൾ എൻ്റെ കണ്ണിൽ ഒരു വള്ളിച്ചെടിയിലൊരു പൂവ് ശ്രദ്ധപ്പെട്ടു, ഒരു ലൈലാക്ക് കളറല്ലേ. ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഞാനത് അങ്ങനെ കണ്ടിട്ടില്ല. നമ്മുടെ വീടുകളൊക്കെ പണ്ട് നേരത്തെ ഉണ്ടായിരുന്നൊരു വലത്തിലൊരു കോളാമ്പിപ്പുണ്ട്, വള്ളിച്ചെടി പോലെ. ഏകദേശം അതുമായിട്ടൊക്കെ സാമ്യം തോന്നുമെങ്കിലും അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. പൂ കാണുമ്പോൾ അതിൻ്റെ പടവൊക്കെ കണ്ടോ, ഇങ്ങനെ കരിയിലെ മുടിയൊക്കെ കിടക്കുകയാണ്. അപ്പോൾ ഇതിന് സമീപത്തൊരു ക്ഷേത്രമുണ്ട് കേട്ടോ, ഒരു കുടുംബയോഗത്തിൻ്റെ ഒരു ക്ഷേത്രമാണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതുണ്ടോ, പണ്ടത്തെ പടിപ്പുഴയൊക്കെയുള്ള നമ്മുടെ ഒരു പഴയ 4 മോഡലിലൊക്കെയുള്ള ഒരു കുഞ്ഞിരമ്പലം. ഇതേ കണ്ടോ, ഞാൻ കടവേറിങ്ങി മേളിലെത്തി. ഇനി നമ്മളങ്ങനെ മേലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ പൂവ് കാണണ്ടേ, ഇതേ കണ്ടോ, പൂ കണ്ടോ, എന്തോ ലൈലാക്കല്ലേ പൂവ്. എങ്ങനെ കാണിച്ചു തരാം. യെസ്, നമ്മൾ കണ്ടെത്തി. കണ്ടോ, ഈ പൂ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടെന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് അമ്പലം കാണിച്ചു തരാം. കണ്ടോ, ഒരു കുഞ്ഞു പടിപ്പുരയൊക്കെ കണ്ടോ. അപ്പം ഇത്രയുള്ള വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ടാറ്റാ, ബൈ ബൈ.